നമ്മളെവിടെ വന്നാലും ഒരു മഴ വരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വാഗമണ്ണാണ്. വാഗമൺ ഇങ്ങനെ നല്ല നല്ല ഡെസ്റ്റിനേഷൻസൊക്കെ അന്വേഷിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് ഒരു പക്ഷേ മഴ വന്നിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നൊരു ഗദ്ഗതമൊക്കെ ഉണ്ടായിരുന്നു, ആഗ്രഹം. ആ ഷോട്ട് എന്തിനാ കാണിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ വളവങ്ങ് വെച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല, കുറച്ച് ഒന്ന് സ്കിപ്പായി പോയി. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മനോഹാരിത കാണിച്ചിട്ടെ. നല്ല കാർമേഘം മൂടി നിൽപ്പുണ്ട്, നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളുള്ളത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ മനസ്സിലായി കാണുമല്ലോ എത്ര ഭംഗി ഉണ്ടായിരിക്കുമെന്ന്. ക്ലൈമറ്റൊക്കെ നല്ല രസമുള്ള ക്ലൈമറ്റാണ്. രസമല്ലേ? പിന്നെ നമ്മളിവിടെ വണ്ടി നിർത്തിയത് എന്തിനാണെന്നറിയോ? അതായത് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു തേയിലത്തോട്ടത്തിലേക്ക് വഴി വെട്ടി തെളിക്കുന്ന കണ്ടു. അപ്പം ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു കൗതുകം. അപ്പോൾ ആ കൗതുകത്തിൻ്റെ പുറത്ത് നമ്മൾ നിർത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ വണ്ടി. അതൊരു ഫീലാണ്. നമ്മുടെ പൊക്കിളലയും കിടക്കുന്നുണ്ടോ? അളിയനിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. ബുൾഡോസർ അല്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് വേണ്ട നമുക്ക്. താഴെ എന്തോ വെള്ളം വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ്. ഈ തേയിലത്തോട്ടം വേണ്ട, അവിടെ എന്തോ തടാകമൊക്കെ ഉണ്ട് കേട്ടോ. തടാകമല്ല, എന്തോ ഒരു ഇതൊക്കെ പോകുന്നുണ്ട്, വെള്ളമൊക്കെ പോകുന്നുണ്ട്. നല്ല മനോഹരമായ പ്രദേശമാണ്. സ്വർഗത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 18 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നല്ല അടാറ് മഴ വരുന്നുണ്ട്. 4:30 മണി സമയം, വൈകുന്നേരം 4 മണി 10 മിനിറ്റ്, അതാണ് ഇപ്പോഴത്തെ സമയം. അപ്പോൾ നമ്മൾ വേണ്ട, എന്ത് രസമാണെന്ന് നോക്കിക്കേ. അങ്ങോട്ട് നോക്കാം നമുക്ക്. അടിപൊളി. എന്തേ പാട്ടൊക്കെ പാടാൻ തോന്നുന്നു. അതിലിപ്പോൾ ഒരു ബസ്സോ ലോറി എന്തൊക്കെ പോകും, അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വേണ്ട, അടിപൊളി, രസമല്ലേ? അതിൻ്റെ മുകളിൽ കാണാം നമുക്ക്. എന്താ, ചുറ്റും മൊട്ടക്കുന്നുകളാണ്, തേയിലത്തോട്ടങ്ങളും. ഈ മനോഹര വിഷ്വല് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയും, പിന്നെ ഇവിടെ വെട്ടി തെളിക്കുന്ന കണ്ടോ, വേണ്ട, ഇങ്ങനെ അവർ വെട്ടിത്തെളിച്ച് അങ്ങനെ അവർ പാത ഉണ്ടാക്കി, പാത കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ, അതാണ് ഇതവിടെ കണ്ടോ ഒരു വഴി, ആ തോട്ടത്തിൻ്റെ സൈഡിലൊരു വഴി കണ്ടോ, ഇതുപോലെ അവർ വെട്ടിത്തെളിച്ച് ചുറ്റും ഇത് ചെയ്യും. അപ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഉണ്ടോ? ഇത് മനോഹരമാണല്ലേ. ഇതും ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം കൂടി വന്നപ്പോൾ നമ്മൾ ആസ്വദിച്ചങ്ങനെ നിന്നുപോയി ശരിക്കും പറഞ്ഞാൽ. കുറച്ച് സ്പീഡിൽ ഓടിച്ചു പോയി, സോറി കേട്ടോ. കാരണം മഴ വരുന്ന ധൃതിയിൽ പെട്ടെന്നൊന്ന് ക്യാമറ ചലിപ്പിച്ചതാണ്. അതിൻ്റെ താഴെ ഒരു വലിയൊരു ഇതുണ്ട്, ഉണ്ടോ,
പശുക്കളൊക്കെ മേഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. വേണ്ട, അവിടെ ഒരു ചെറിയ തോട് പോലെ എന്തോ ഒഴുകുന്നുണ്ട്. തൊട്ടപ്പുറത്താണ് ഒരു പാറക്കെട്ട് മല, അതിൻ്റെ മുകളിൽ മഞ്ഞ്. അതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. അവിടെ ഒരു ചെടിയുടെ കളർ കണ്ടോ? കാണിച്ചുതരാം. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഒരു മരത്തിൻ്റെ കളറാണ് കേട്ടോ. പല വർണ്ണങ്ങൾ ചേർന്നൊരു ഇലകൾ ചേർന്നുള്ള ഒരു മരം. ഞാനിത് കണ്ടിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ കാണിക്കണം എന്ന് ഉറച്ച തീരുമാനത്തിലാണ് വണ്ടി ഇവിടെ നിർത്തിയത്. കാരണം ഇതുപോലൊരു ക്ലൈമറ്റ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിലുള്ള വിഷ്വൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അതീവ രസകരവുമാണ്. കാരണം അങ്ങകലെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്താ കോട പോകുന്നുണ്ടോ? എന്താ ആരോ സിഗരറ്റ് വലിച്ച് പുക വിടുന്ന പോലെ ഉണ്ടല്ലേ കുട പോകുന്നത്. ആ കുട ഇനി നമ്മുടെ അടുത്തേക്ക് വരും. പതിയെ പതിയെ നമ്മുടെ അടുത്തേക്ക് വരും ആ കുട. നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ട്, നമ്മളെ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ട് അതിങ്ങനെ ചലിക്കുന്ന കാണുമ്പോൾ ഉള്ള ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് വർണ്ണിക്കുവാനായിട്ട്. ഓരോ നിമിഷവും ഓരോ ചിന്തകളാണ്. ഓരോ സെക്കൻഡുകളും കടന്നു പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിന് അടിവരയിടാൻ ഇത് പറയാൻ മറ്റൊന്നില്ല. കണ്ടോ? അതിൻ്റെ മുകളിലേക്കുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഫീലിംഗ് കണ്ടോ? ആണല്ല. ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ പാട്ട് വന്നില്ലെങ്കിലാണ് അതിശയുള്ളൂ. മൂളിപ്പാട്ടെങ്കിലും പാടിയില്ലെങ്കിൽ പിന്നെ എന്താ ഒരു സുഖമുള്ളത് അല്ലേ? പ്രാന്തായി. ഈ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വന്ന് നമ്മൾ നല്ല ക്ലൈമറ്റിൽ നിൽക്കുമ്പോൾ ആക്ച്വലി പ്രാന്തായി പോകും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ക്ലൈമറ്റ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ണിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഇൻപം, നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ ചിന്താതലത്തിൻ്റെ അങ്ങേയറ്റത്തിലേക്കുള്ള ഒരു യാത്ര, ഇതൊക്കെ ഒരു നിമിഷം നമ്മുടെ കയ്യിലേക്ക് ചില സമയത്തേക്ക് വരുമെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമാണത്. ഒരു തരം പ്രാന്ത്. രസമല്ലേ? ഇനി നമുക്ക് ആ റോട്ടിൽ കൂടെ അല്പദൂരം നടക്കാം, അല്പം മാത്രം.
അതിലൊരു വണ്ടി ഇപ്പോൾ വന്നിരുന്നെങ്കിൽ രസമായിരുന്നു. വരുമോ? സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഇവിടെ അങ്ങനെ അധികം ഒന്നും വണ്ടി വരുന്ന വഴിയല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നാൽ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടും. നമ്മൾ കുറച്ച് താഴേക്ക് നടക്കാൻ ശ്രമിക്കുന്നു. ഒന്നിനല്ല. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മളിപ്പോൾ കണ്ട ലാൻഡ്സ്കേപ്പ് നമ്മളൊന്നുകൂടി കാണും. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഫീല് മാറിയില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് നമ്മൾ വേറൊരു ആംഗിൾ അത് കാണുന്നു. ഇപ്പോഴും ഫീല് മാറിയില്ലേ? അതാണ് മനുഷ്യൻ്റെ ജീവിതം. ഓരോരുത്തരെയും ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിട്ട് തോന്നും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രകൃതിയും. പ്രകൃതിയെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ഒരു ഭാവമാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ഞാൻ ഇടുന്ന വീഡിയോ മനസ്സിലാവുക. അത് സത്യാവസ്ഥയായിരിക്കും. ചിലർക്ക് വട്ടായിട്ട് തോന്നും, ചിലർക്ക് ഭംഗിയായിട്ട് തോന്നും, ചിലർക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ തോന്നും. കാരണം ഐ ഫീൽ, I present, I create from my heart. യെസ്. അപ്പോൾ നമ്മൾ കണ്ടു, ആസ്വദിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ പങ്കുവയ്ക്കാനുള്ളത് എൻ്റെ മനസ്സാണ്. അത് ഞാൻ പങ്കുവച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇഷ്ടപ്പെടാം. എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ പങ്കുചേരാം. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബായ്. അപ്പോൾ നമ്മൾ ബായ് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ ഒന്ന് കറങ്ങി കാണുന്നുണ്ട്. കണ്ടിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രെയിം ഏതാണോ അതിൽ നിന്നും ഒരു ബായ്.